ഇന്ത്യ ആകട്ടെ ഉപയോഗിക്കുന്നതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എയുടെ എല്ലാ തലങ്ങളും പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ യുവ ജനത ആ രീതിയിൽ ആ സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതിൽ സാങ്കേതികവിദ്യയെ പിന്തുടരുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ആശങ്ക വളരെ കാലം മുന്നേ തന്നെ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയിൽ സമ്മിറ്റിൽ തന്നെ പറഞ്ഞൊരു വസ്തുതയുണ്ട്. അതായത് 50% ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടായേക്കും. പക്ഷേ എയിലൂടെ 50% പുതിയൊരു ജോലി, പുതിയ തലങ്ങളിലുള്ള ജോലി, അങ്ങനെ ഒരു തൊഴിലവസരം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പൊതുവിൽ ജനങ്ങൾക്കുള്ളൊരു ധാരണയാണ് മനുഷ്യന്റെ ജോലി. പണ്ടുകാലത്ത് റോബോട്ടിനെ കുറിച്ച് പറയുമായിരുന്നെങ്കിൽ ഇന്ന് അധിഷ്ഠിതമായ റോബോട്ടുകൾ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജോലി, തൊഴിൽ സാധ്യതയല്ലേ നഷ്ടപ്പെടുക എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ എങ്ങനെ ജോലി സാധ്യത കുറയുമെന്ന ഇൻ്റർപ്രിട്ടേഷനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ജോലിയുള്ള പാറ്റേണിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. മെയിൻ എന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ മിഷനിൽ തന്നെ 7 പില്ലേഴ്സ് ഉണ്ട്. അതിലൊരു പില്ലേഴ്സാണ് അവരുടെ സ്കിൽ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കണക്ക് പ്രകാരം 10 lakh ഓഫ് IT പ്രൊഫഷണൽസ്, AI പ്രൊഫഷണൽസിൻ്റെ ആവശ്യം ഈ ഇയറിൽ വരുന്നതാണ്. നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ മെയിൻലി നമ്മൾ ഓൾറെഡി പല ഡൊമൈനിലും വർക്ക് ചെയ്യുന്നവർ ഒന്നെങ്കിൽ അത് അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, ഇല്ലെങ്കിൽ പുതിയ അക്കാഡമിക്, ഇപ്പം തന്നെ ഇവരെ AI സമ്മിറ്റിലുള്ള ഒരു പില്ലറിൽ പല യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും റിസർച്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ അതിന് വേണ്ട ടാലൻറ്റ് പൂളിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു പില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫോക്കസ്, അപ്പം അതിൽ അൺഎംപ്ലോയ്മെൻറ്റ് വരും. പക്ഷേ നമ്മളെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് വർക്ക് എന്നുള്ളത് മാറി ഇന്ത്യ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബായി മാറുന്ന ഒരു AIയിലോട്ടാണ് ഇന്ത്യ തിരിയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മൾ നേരത്തെ ഒരു ജോബ് പ്രൊവൈഡേഴ്സായിട്ട് മാറുന്ന ഒരു നേഷനായിട്ടാണ് വരുന്നത്. അത് സ്മോൾ സ്കെയിൽ ആയാലും മീഡിയം സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ആയാലും. അപ്പോൾ അതിൽ നമ്മൾ ഒരു AI നമ്മൾ ഏത് രീതിയിൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേൾഡിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറാൻ, നേരത്തെ പറഞ്ഞ പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ ലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു 10 years ബാക്ക്, 20 years ബാക്ക്, 30 years ബാക്ക് എന്താണ് ടെക്നോളജിയിൽ നമുക്കുണ്ടായിരുന്ന അടുത്തുനിന്ന് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയിൽ വന്ന നമ്മൾ ഹാർഡ്വെയറിലും നെറ്റ്വർക്കിലും വന്ന മാറ്റം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പം വെറുതെ അല്ല, സ്റ്റാൻഫോർഡിൻ്റെ സ്റ്റഡി പോലും പറയുന്നത് ഇന്ത്യ AIയിലെ തേർഡ് ഇതായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ AI സ്കില്ലിനെ 2nd പൊസിഷനിലാണ് ഈ വേൾഡിലെ സ്റ്റാൻഫോർഡിലെ സ്റ്റഡി കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് ഓരോന്നും വളരെ ദീർഘവീക്ഷണം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 ആസ്പെക്റ്റാണ്. ഒന്ന്, നമ്മളെ എംപ്ലോയി ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പം പറയുന്നത് ഇത്രയും കാലയളവിൽ മാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ യു നീഡ് ടു ടേക്ക് ദ പെയിൻ. അപ്പം അത് നമ്മളൊരു കാര്യം പഠിക്കാതെ അതിൽ നമുക്ക് മാസ്റ്ററിയോ എക്സ്പേർട്ടോ ആവാൻ പറ്റത്തില്ല. അപ്പം ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവിലാണെങ്കിൽ യു നീഡ് ടു ടേക്ക് ദ പെയിൻ. ഓരോ ടെക്നോളജിയും നമ്മൾ വരുന്നതിന് വളരെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അത് നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് ഇത് ചെയ്തോ. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി മാത്രമാണ്, മറ്റൊരു നമ്മൾ ഏത് മേഖല എടുത്താലും, ലോ ആയാലും ഏതെടുത്താലും നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇപ്പം എൻ്റെ ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ യു നീഡ് ടു കീപ്പ് ഇന്ന് ഈ മീറ്റിങ്ങിൽ വരുന്നവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ IT ഇൻഡസ്ട്രിയിൽ ഞാൻ കാണാൻ പറ്റിയിട്ടുള്ളതും. നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം മാർക്കും അതിനുശേഷമുള്ള പെയിൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരിലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു സെഗ്മെൻറ്റ് നോക്കണം. പിന്നെ അല്ലാതെ നമ്മൾ അടുത്ത ജനറേഷൻ വളർന്നു വരുന്ന യൂത്ത് അതിലോട്ട് നമ്മളൊരു കരിയർ പെർസ്പെക്റ്റീവ് അല്ല, ഒരു ഓണ്ടർപ്രണർ പെർസ്പെക്റ്റീവിലോട്ട് ചിന്തിക്കുമ്പോൾ ഇത് നമ്മൾ പറയും നേരത്തെ നമ്മളൊരു എക്സ്പോർട്ട് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു മേഖലയിൽ ഒരു മാനുഫാക്ചറിങ് ക്ലസ്റ്ററായിട്ട് മാറിയാലും ഒരു എക്സ്പോർട്ട് ക്ലസ്റ്ററായിട്ട് മാറിയാലും നമുക്കുണ്ടാവുന്ന ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്താണ്. നമ്മളെപ്പോഴും ആ ഒരു എംപ്ലോയി കൺസെപ്റ്റ് മാറി നമ്മളൊരു അടുത്ത ലെവലിലോട്ട് ചിന്തിക്കുകയാണ്. ഇന്ത്യ ഇപ്പം പഴയ ഇന്ത്യയല്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം പണ്ട് പറയുന്നത് ഒരു താഴെ തട്ടിൽ ഒരു വീട്ടിൽ നിന്ന് പോലും ഒരു വലിയ രീതിയിൽ പൊങ്ങി വരാൻ പറ്റുന്ന അവസരം പണ്ടില്ലായിരുന്നു, ഇപ്പം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പണ്ട് നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇഫ് യു ഹാവ് ദ പൊട്ടൻഷ്യൽ, ദ വിൻഡോ ഈസ് ക്ലിയർ ഓപ്പൺ.
അതൊരു വലിയൊരു അസറ്റാണ്. അപ്പോൾ ഒന്ന് സ്കിൽ എൻഹാൻസ് ചെയ്യണമെന്നുള്ളത് വാസ്തവം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന ടെക്നോളജി നമ്മൾ ഇപ്പം തന്നെ പല ഇനിഷ്യേറ്റീവ്സും ഇപ്പം തന്നെ ഇതൊന്നും കാണാതെ വിദേശ കമ്പനികൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരത്തില്ല. അത് ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ആമസോൺ ആയാലും ഈ കഴിഞ്ഞ അവർ ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഇത്രയും ഫണ്ട് ഇപ്പം നമ്മളൊരു ഒരു ചാറ്റ് GPT ജെമിനിയോ യൂസ് ചെയ്യുന്നതല്ല അതിനെക്കാട്ടിയും അതിൻ്റെ റിയൽ സെൻസിൽ അത് ഇന്ത്യൻ ഫ്ലേവറിൽ അത് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് വേൾഡിൽ പിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ വലിയൊരു നേട്ടമാണ് ഇന്ത്യ ഒരു വലിയൊരു ഗ്ലോബൽ മാർക്കറ്റായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ.